ഹായ് ഗായ്സ്, ഇതൊരു സാറ്റർഡേ വീഡിയോ ആണ്. സാറ്റർഡേ ഈവനിങ് ടൈമാണ് ഈ കാണുന്നത്. പക്ഷേ ഈ സാറ്റർഡേ അല്ല, കഴിഞ്ഞ സാറ്റർഡേ എടുത്ത ഒരു വീഡിയോ ആണ്. പക്ഷേ എനിക്കിത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചെങ്കിലും ഇതൊരു വോയിസ് ഓവർ ചെയ്ത് ഇടാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് കുറച്ച് ദിവസമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷനും പനിയൊക്കെ ആയിട്ട് പെട്ടിരിക്കുകയായിരുന്നു. ഒട്ടും സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. ഇപ്പോഴും സൗണ്ട് ക്ലിയർ അല്ല. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞങ്ങളൊരു ഈവനിങ് ടൈമിൽ കുക്കിങ്ങിന് കയറുന്ന സമയമാണ്. ഈവനിങ് ടൈം എല്ലാ ദിവസവും ഒരു 7-7:30 നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ കിടക്കാറുണ്ട്. തേജുവിനെ നേരത്തെ പോകണമുണ്ടേ നേരത്തെ കിടത്തി ഉറക്കാറുണ്ട്. അപ്പം സാറ്റർഡേ സൺഡേയ്സാണ് ആകെ നമുക്ക് പോകണ്ടാത്ത ദിവസം ആയത് കാരണം അന്നാണ് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയം. അന്നേരമാണ് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയ സമയം ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ചിക്കൻ കറി വെക്കുന്നതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണിത്. സവാള പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ചെറിയ ചിക്കൻ ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പോൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ തട്ടിക്കൂട്ടി അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുക. അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ്. അതിനിടയ്ക്ക് വിളക്ക് വെച്ചായിരുന്നു. സന്ധ്യാസമയമാണല്ലോ. അപ്പോൾ വിളക്ക് ചിക്കൻ തൊടുന്നതിന് മുമ്പ് പോയി വിളക്ക് കണച്ച് കൊണ്ടുവന്നിട്ട് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എന്ത് പറ്റിയതാ? സൈക്കിൾ ഓടിച്ചാണോ? ഫ്രൈഡേ ഈവനിങ്ങിലും സാറ്റർഡേ ടൈമിലൊക്കെയാണ് ഇവിടെ നമ്മളുടെ ചുറ്റുമുള്ള വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവരുമായിട്ട് കളിക്കാനായിട്ട് വിടാൻ സമയം അന്നേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് കാല് ജസ്റ്റ് ഒന്ന് സ്കിഡായിട്ട് അവിടെ ചതഞ്ഞ് വേദനയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരുക കേട്ടോ കണ്ടത്. അപ്പോൾ ഞാനത് കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്താണ് വീണ്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേബി ഉണ്ട് അവിടെ നമ്മുടെ തൊട്ടിപ്പുറത്തെ. ആ ബേബി ഓടി വന്നപ്പം തേജുവിൻ്റെ കാലൊന്ന് ജസ്റ്റ് സ്കിഡായി. അപ്പോൾ ഇവളിങ്ങനെ എടുക്കാൻ വന്നപ്പോൾ അങ്ങനെ സ്കിഡായതാണ്. വീണൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാല് മടങ്ങിയതേ ഉള്ളൂ. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ചിക്കൻ കറിയുടെ ഇടയ്ക്ക് നമ്മൾ ഇഡ്ഡലി മാവ് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ മിക്സിയാണ്. പുതിയ വീടാണ്, എല്ലാ സാധനങ്ങളും പുതിയതാണ്. എന്നാലും മിക്സി നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് വാങ്ങിച്ചതാണ്. നല്ല മിക്സി കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് ഗ്രൈൻഡായി വരുന്നുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയണേ, എവിടെയെങ്കിലും ഒതുക്കി ഇങ്ങനെ വെക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു ഒതുക്കമുള്ള ഒരു മിക്സിയാണ്. നല്ല നല്ല സുഖമുണ്ട് ചെയ്യാനായിട്ടും എല്ലാം. കുറച്ച് സൗണ്ട് കൂടുതലുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അതല്ലാതെ നല്ല ഒരു മിക്സർ ഗ്രൈൻഡറായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 ട്രിപ്പ് ഇഡ്ഡലി മാവ് അരച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീൻ വൈൽ നമ്മുടെ ചിക്കൻ കറിയുടെ പ്രോസസ്സും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ചെയ്യുക. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാമേ. പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ വെക്കും. പക്ഷേ മിക്സിയുടെ ജാറ് ഭയങ്കര അൺടൈഡി ആയി മാറാറുണ്ട്. അതിൻ്റെ മേജർ റീസണാണ് ഇതിൻ്റെ ഈ ബുഷ് ഊരി വാഷ് ചെയ്യാത്തത്. നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് കഴുകിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നതാണ്. ഞാൻ മിക്ക വീടുകളിലും ചെല്ലുമ്പം അവിടുത്തെ മിക്സിയുടെ ജാറ് കണ്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ആ ബുഷ് ഊരി വാഷ് ചെയ്യണം എവറി ടൈം. എന്നാൽ മാത്രമേ
അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതേപോലെ മിക്സിയുടെ ജാറ് മറിച്ച് വേണം വെക്കാനായിട്ട്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ബാക്ക് സൈഡ് ഇതാവരുത്, ബാക്ക് സൈഡ് നനയാതെ നോക്കണം. ഇനി ഇൻ കേസ് ചെറിയ വെള്ളം വീണാലും ഇത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിയുമ്പോൾ ഒന്ന് തുടച്ച് വെക്കുവാണെങ്കിൽ അത് നന്നായിട്ടങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു ടിപ്പാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പഴയ മിക്സി ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പണ്ട് വീട്ടിൽ അമ്മ പറയാറുണ്ട്, നമ്മളുടെ വീട് നമ്മൾ നോക്കുന്ന ഇടത്തോളം ഉള്ളൂ എന്ന്. പല വീടുകളിലും പല അമ്മമാരും പറയുന്ന കാര്യമായിരിക്കും അല്ലേ. ശരിയാട്ടോ, നമ്മൾ നോക്കുന്നിടത്തോളം ഉള്ളൂ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനത്തെ വീട്, ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തേ കാര്യമുള്ളൂ. അല്ലാതെ എത്ര ലക്ഷം രൂപ മുടക്കി വീടുണ്ടാക്കിയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണത് ഫ്ലോപ്പായാൽ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് അത് പരിപാടി പൊടിയൊക്കെ പിടിച്ച് അലമ്പാവും. നമ്മളിത് വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സിലെങ്കിലും പ്രോപ്പർ ക്ലീനിങ്ങും ഒക്കെ ചെയ്യണം. അതേപോലെ കിച്ചണൊക്കെ പ്രോപ്പറായിട്ട് അന്നന്ന് ഡെയിലി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മളിത് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ പെട്ടെന്ന് ഞാൻ ചോറ് നോക്കിയപ്പോൾ ചോറ് കുറവാണ്. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പണ്ട് എനിക്ക് തീരെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിച്ച് വരുമ്പം എനിക്ക് ചപ്പാത്തി എന്ന് പറയുന്ന സാധനമേ അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ സൗണ്ട് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, സോറി കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ അവിടെ ചപ്പാത്തി ആർക്കും ഇഷ്ടമില്ല. അപ്പം ചപ്പാത്തി ഉണ്ടാക്കണ പരിപാടി ഇല്ല, അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ചപ്പാത്തിയാണ് ഇഷ്ടം. ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചപ്പാത്തി, പൂരി, ഇതെല്ലാം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിക്കാതെ നിവർത്തിയില്ലല്ലോ. പക്ഷെ ഞാൻ പലവട്ടവും ചെയ്തപ്പോൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നമ്മുടെ കോവിഡ് ടൈം വന്നപ്പം നമുക്ക് വീട്ടിൽ റിലാക്സ് ചെയ്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നോക്കി ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയപ്പം ചെയ്ത് പഠിച്ചതാണ് ചപ്പാത്തി. ഇപ്പോഴും ഞാൻ വലിയ ചപ്പാത്തി മേക്കറല്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി ഒരു ബിഗിനറിന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് പ്രൊഫഷണലി പരത്താണ്ട് ജസ്റ്റ് ആ പൊടി വെച്ച് തിരിച്ച് മറിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കാറ്. പക്ഷേ ഇപ്പം ഞാനത് ഫാസ്റ്റായിട്ടോ. എൻ്റെ മെത്തേഡ് ആവണം എന്നില്ല, ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട് ചെയ്യണവർ ചെയ്യുന്നത്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ ചപ്പാത്തി പരത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചുടാനുള്ള കല്ലുമൊക്കെ വെച്ചേ. ഇത് കാസ്റ്റ് അയണിൻ്റെ ദോശത്തവയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം നോൺ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് ആ കോട്ടിങ് അങ്ങ് ചൂട് വേണമല്ലോ ചപ്പാത്തിക്ക്. അപ്പോൾ ഭയങ്കര ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് എല്ലാം പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ കാലാകാലങ്ങളോളം നമുക്ക് ഒരു കേടും പാത്രത്തിനും വരില്ല, നമുക്കും വരില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ വെച്ച് വൈബായിട്ടാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം തേജുവിനെ ഇങ്ങനെ തീയിൽ കളിക്കാൻ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോയതൊന്നുമല്ല. ഞാൻ അപ്പുറത്ത് ചപ്പാത്തി പരത്തുന്നുണ്ട്. എൻ്റെ കൺവിട്ട് തന്നെയാണ്, എൻ്റെ ഒബ്സർവേഷനിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ പിള്ളേരൊക്കെ കുറച്ച് എക്യുപ്ഡ് ആവണം അല്ലേ.
എന്നാൽ മാത്രമേ ഒരു ഇൻഡിപെൻഡൻസി എല്ലാത്തിലും വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അവളുടെ കൂടെ ഇടയ്ക്ക് ടി വി കാണാൻ പോകുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു എൻജോയ്മെൻറ്റിൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. തേജുവിൻ്റെ ഹെവി സ്റ്റെപ്സിലൊന്നും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സ്കൂട്ടായി ഞാൻ മുകളിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ ലോണ്ട്രി സ്പേസാണിത്. കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തത് ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. വന്നപ്പം ഉണ്ടല്ലോ ചേച്ചി വീഡിയോ കോൾ ചെയ്താണ് കേട്ടോ. അത് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനീ കൊണ്ട് എന്താണ് രാത്രി അലക്കിയിട്ടതെന്ന്. ഞാൻ യൂഷ്വലി ഇങ്ങനെ ചെയ്യാറ്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസം ഈവനിങ്ങിൽ കുറച്ചാവുമ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്ത് അവിടെ വിരിച്ചിടും. അവിടെ ലോണ്ട്രി സ്പേസിൽ തന്നെ വിരിച്ചിടും. പിറ്റേ ദിവസം നമ്മളിവിടെ ഉണ്ടെങ്കിൽ വെയിൽ കൊള്ളിച്ചെടുക്കുക ചെയ്യും. അല്ലെങ്കിൽ അതിങ്ങനെ മാറ്റി ഇട്ടിട്ട് ആക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഞാനല്ലെങ്കിൽ സുചേട്ടൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ വിരിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് വെയിലൊന്ന് കൊള്ളിച്ചിട്ട് മടക്കി വെക്കുക ചെയ്യാറ്. അപ്പോഴേക്കും സുചേട്ടൻ വന്നതല്ല നിങ്ങൾ കാണുന്നത്. ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ഒരു 10:30-11 മണിയായപ്പോഴേക്കും കോഴിക്കോട് നിന്ന് നമ്മുടെ സിജു ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സുചേട്ടൻ വന്ന ഉടനെ കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും ഫുഡൊക്കെ എടുത്തു വെച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഈ പറയുന്ന സാറ്റർഡേയ്സും സൺഡേയ്സും മാത്രമാണ്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും പല സമയത്ത് എത്തുന്ന കാരണം ഒരുമിച്ചിരുന്ന് കഴിക്കലുണ്ടാവില്ല. ഞാനും തേച്ചു എപ്പോഴും ഒന്നിച്ചാണ്. 3 ആളും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഇതുപോലുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ ഞങ്ങളങ്ങ് വെയിറ്റ് ചെയ്തു. വിശക്കണ്ടായിരുന്നു കാര്യമായിട്ട്. പക്ഷെ നമ്മളങ്ങ് വെയിറ്റ് ഇരിക്കുക കേട്ടോ ചെയ്തത്. വെയിറ്റ് ചെയ്ത് വന്നതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നങ്ങ് കഴിക്കുക ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.